രാമേന്ദ്ര സാറേ, ഈ ഇസ്രായേലും ഹമാസും പലസ്തീനും ഒക്കെ നമ്മുടെ ഇഷ്ട വിഷയമാണ്. എന്ന് വെച്ചാൽ ഏത് മാധ്യമപ്രവർത്തകനും എന്നും ചോറ് തരുന്ന പ്രധാനപ്പെട്ട വിഷയമാണത്. വിഷയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മളത് വിഷയമാക്കി എടുക്കുകയും ചെയ്യും. പക്ഷേ ഈ ഏറ്റവും പുതിയ വാർത്ത, തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തത് ഫലസ്തീൻ എന്ന ഒരു ഭൂപ്രദേശം തന്നെ മാപ്പിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ വളരെ ആസൂത്രിതമായി പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റ് ബാങ്കും ഗാസയും ഇസ്രായേൽ പൗരന്മാരായ ജൂതന്മാരെ പരസ്യമായി ഡിക്ലെയർ ചെയ്ത് കൊണ്ടുപോയി കുടിയിരുത്തി അവിടെ പാർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രാണനിൽ ഭയമുള്ളവരൊക്കെ വിട്ടുപോയിക്കോളണം എന്ന് പറഞ്ഞു, നാട് വിട്ടുപോയിക്കോളണം. വളരെ പരസ്യമായിട്ടുള്ള ഒരു അധിനിവേശം എന്നൊക്കെ നമ്മൾ വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവരുടെ ആഭ്യന്തരമായ ശത്രുക്കളെ എന്നേക്കുമായിട്ട് അവർ വകവരുത്തുകയാണ്. എന്ന് വെച്ചാൽ ഇനി ഈ ശല്യം സഹിക്കാൻ വയ്യ എന്നുള്ള തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അറബ് ലോകം ആരും അവരെ സഹായിക്കാൻ, ഇനി അങ്ങോട്ട് ഫലസ്തീന് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച സമയത്താണ് ഒരു ഡെവലപ്മെൻറ്റ് കാണുന്നത്. ലോകത്തിൽ ഇന്ന് ഒരു പക്ഷേ മറ്റു ലോകശക്തികളെക്കാളൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ചൈന അടിയന്തരമായി ഫലസ്തീനിൽ ഇടപെടുകയും അവിടെ പതിറ്റാണ്ടുകളായി ശത്രുതയിൽ കഴിയുന്ന ഹമാസും അൽഫത്തഹിൻ്റെ ഒരു വഴി നമുക്കറിയാതെ യാസർ അറഫാത്തിൻ്റെ വഴിയാണ്. തുടക്കത്തിൽ കുറച്ച് തീവ്രവാദപരവും ഇന്തിഫാദയുടെ ആരംഭം അവരാണെങ്കിലും പിന്നീട് അതിവേഗം യാഥാർത്ഥ്യത്തിലേക്ക് വരികയും ഈ ഇസ്രായേൽ കരാർ 48 ഇസ്രായേൽ കരാർ അംഗീകരിക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്ത ഒരു മൂവ്മെൻറ്റാണ്. മാത്രമല്ല ഓസ്ലോ കരാർ വരെ അംഗീകരിച്ച മൂവ്മെൻറ്റാണ് അൽഫത്തഹ്. അപ്പോൾ അതേ സമയത്ത് അതിനെതിരായി വന്ന അതിതീവ്ര നിലപാടുള്ള ഒരു മൂവ്മെൻറ്റാണ് ഹമാസ്. 93 എൻ്റെ ഓർമ്മ 93 മുതലാണ് അവരുണ്ടാകുന്നത്. ഈ ഇഖ്വാനുൽ മുസ്ലിമൂൻ അല്ലെങ്കിൽ ഇസ്ലാമിക് ബ്രദർഹുഡ്, ഇപ്പോൾ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ സമാനമായ ഇസ്ലാമിക രാഷ്ട്രവാദികൾ ആയ ഈജിപ്തിലെ ഒരു സമാന മനസ്സുള്ളൊരു ടീമാണ്. അതാണ് അവർ ഉണ്ടായി വന്നത്. അപ്പോൾ അവർ തമ്മിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഫലസ്തീനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ, എനിക്ക് തോന്നുന്നു 2016 ശേഷം അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. 16 നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ട് കൂട്ടരും മത്സരിച്ചു. ഇവർ തമ്മിലായിരുന്നു മത്സരം, ആലോചിച്ച് നോക്കണം. ഇവർ തമ്മിലായിരുന്നു മത്സരം. രണ്ട് കൂട്ടരും ഒരു ഏരിയയിൽ, ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് ഏരിയയിൽ അൽഫത്തഹും ജയിച്ചു, പിന്നെ ഇതിൽ ഗാസ ഏരിയയിൽ ഹമാസും ജയിച്ചു. പിന്നെ നടന്ന കൂട്ടക്കൊലകൾ ഇവർ തമ്മിലായിരുന്നു. ഹമാസിൻ്റെ ഏരിയയിൽ നിന്ന് ഫത്തഹിനെയും ഫത്തഹിൻ്റെ ഏരിയയിൽ നിന്ന് ഹമാസിനെയും കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരുന്ന ചരിത്രമുണ്ട്. അപ്പോഴാണ് ആ പാർലമെൻറ്റ് പിരിച്ചുവിട്ടത്. ഇദ്ദേഹം മഹ്മൂദ് അബ്ബാസ് പ്രസിഡന്റ് പിരിച്ചുവിട്ടു. ഇപ്പോൾ അവിടെ പ്രസിഡന്റ് ഭരണം നിലനിൽക്കുകയാണ്, പാർലമെൻറ്റ് പിരിച്ചുവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ അവസ്ഥയിൽ ഇനി ഫലസ്തീനെ പിടിച്ചു നിൽക്കാൻ ഒരു വഴിയേ ഉള്ളൂ എന്ന വലിയ ഉപദേശവുമായി ചൈന കടന്നു വരികയാണ്. അതാണ് പുതിയ വാർത്ത. ചൈന പറയുന്നത്, നിങ്ങൾ ഒന്നിച്ചില്ലെങ്കിൽ ഇനി നിങ്ങളില്ല, ഫലസ്തീനും ഇല്ല, നിങ്ങളുടെ നാടും ഇല്ല. ചൈനീസ് ഫോർമുലയെക്കുറിച്ച് രാമേന്ദ്രൻ സാർ ഒന്ന് നമ്മുടെ പ്രേക്ഷകരാരും വേണ്ടത്ര ഗൗരവത്തോടെ ഇത് കണ്ടിട്ടുണ്ടാവില്ല. ചൈനയുടെ താല്പര്യം എന്താണ്, ഫലസ്തീൻ്റെ ഭാവി എന്താണ്, ഇത് രണ്ടും ചേർന്നാൽ ഉണ്ടാകാവുന്നത് എന്താണ്, അതൊന്ന് സാർ പറഞ്ഞു കൊടുക്കും. ഇന്നലെ ഈ ഹമാസും ഫത്തയും തമ്മിൽ, ഫത്ത മാത്രമല്ല 14 സംഘടനകൾ, കൊച്ചു സംഘടനകൾ, ഫത്ത പ്രധാനം. അപ്പോൾ ഹമാസും മറ്റേ പലസ്തീനിലെ 14 സംഘടനകൾ തമ്മിൽ ഒരു ദേശീയ സർക്കാർ ഉണ്ടാക്കാനുള്ള കരാർ ചൈനയുടെ മധ്യസ്ഥതയിൽ ഇന്നലെ ഒപ്പിട്ടു. ബെയ്ജിങ്ങിലാണ് ഒപ്പിട്ടത്. ഈ 14 സംഘടനകളുടെ പ്രതിനിധികൾ ഈ 21-ാം തീയതി മുതൽ 23-ാം തീയതി വരെ 3 ദിവസം ചർച്ച ചെയ്തിട്ടാണ് ഇന്നലെ കരാർ ഒപ്പിട്ടിരിക്കുന്നത് ദേശീയ സർക്കാരിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ബെയ്ജിങ് ഡിക്ലറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ചരിത്ര സംഭവമാണ് ഇനിയിപ്പോൾ. ബെയ്ജിങ് പ്രഖ്യാപനം. കുറേ നാളായിട്ട് ഈ മിഡിൽ ഈസ്റ്റിൽ ചൈന ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം സൗദിയും ഇറാനും തമ്മിലൊരു കരാറ് ഈ സമാധാനത്തിന് വേണ്ടി ചൈന ഇടപെട്ടിട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി ആണിത്, ഈ 14 പലസ്തീൻ ഗ്രൂപ്പുകളുടെ കരാറ്. അപ്പോൾ ഈ പ്രഖ്യാപനം കൊണ്ട് ഗുണമുണ്ടാകുമോ എന്നുള്ള ചർച്ചകളൊക്കെ ഇതിന് ശേഷം പല സ്ഥലത്തും ഞാൻ വായിക്കുകയൊക്കെ ഉണ്ടായി. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഹമാസിൻ്റെ നേതാവ് ഹുസം ബദ്രാൻ പ്രതികരിച്ചിരിക്കുന്നത് പലസ്തീൻ ഐക്യ സർക്കാർ വരും എന്നാണ്. താൽക്കാലിക ദേശീയ ഐക്യ സർക്കാർ എന്നാണ് അത് അറിയപ്പെടാൻ പോകുന്നത്.
എല്ലാ പലസ്തീൻ മേഖലകളിലും അതിൽ ഉൾപ്പെടും. അത് കഴിഞ്ഞ് പൊതു തിരഞ്ഞെടുപ്പ് നടത്തും. ഗാസയിൽ നിന്ന് ഇപ്പോൾ ജനത്തിനെയൊക്കെ ആട്ടി ഓടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഇസ്രയേലിൻ്റെ, അത് ഞങ്ങൾ അവസാനിപ്പിക്കും. വെസ്റ്റ് ബാങ്ക്, ജെറുസലേം, അവിടുന്ന് ഒന്നും ഓടിക്കുന്ന പരിപാടികൾ ഇനി ഇസ്രയേലിൻ്റെ പരിപാടികൾ നടക്കില്ല. UN രക്ഷാസമിതി, പൊതുസഭ, രാജ്യാന്തര കോടതി എന്നിവയുടെ ഒക്കെ നിർദ്ദേശങ്ങൾ, വിധികൾ ഒക്കെ അനുസരിച്ചിട്ട് ഇസ്രയേലിന് ഇനി നടക്കാൻ പറ്റുള്ളൂ. ഈ അധിനിവേശം, എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അവിടെ സ്ഥലം, ആ പരിപാടികളൊന്നും നടക്കില്ല. ഇത് അങ്ങേരുടെ ഒരു വ്യാമോഹമായിരിക്കാം, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഹമാസ് നേതാവാണ്, ഫത്താഹിന്റെ നേതാവ്. ബാക്കിയുള്ളത് ഞാൻ പറയാം. ഇത് ഹമാസിൻ്റെ നേതാവ് പറഞ്ഞ് 2007 ഇസ്രയേലുമായി യുദ്ധത്തിലേർപ്പെട്ട ഭീകര സംഘം ആയിട്ടാണ് ഈ ഫത്തയെ കരുതിയിരുന്നത്. അത് 2006 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഈ മറ്റേ ഗാസ ഭരണം ഏറ്റു. അന്ന് തൊട്ട് സംഘർഷമുണ്ട്. ഫത്ത വെസ്റ്റ് ബാങ്കിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ ഇപ്പോൾ കൈവശം വെച്ചിട്ടുള്ളൂ, ഫത്തയുടെ കയ്യിലുള്ളൂ. ബാക്കിയൊക്കെ ഗാസയുടെ മറ്റേ ഹമാസിൻ്റെ കയ്യിലാണ്. അപ്പോൾ പലസ്തീനിയൻ അതോറിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് ഫത്ത. അതെ അതെ. ഇസ്രയേലിന് പ്രയാസമുണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ വായിച്ചിട്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന വ്യാഖ്യാനം പറയുകയാണ്. ഇസ്രയേലിന് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളതാണ് ചൈനയുടെ ലക്ഷ്യം. ഹമാസിനെ പിന്തുണയ്ക്കുന്ന റഷ്യ, തുർക്കി, ഖത്തർ എന്നീ രാജ്യങ്ങളൊക്കെ ഇനി ഈ ഈ ബെയ്ജിംഗ് ഡിക്ലറേഷൻ വന്നതോടുകൂടിയിട്ട് ഹമാസിനെ തുണയ്ക്കുന്ന റഷ്യ, തുർക്കി, ഖത്തർ എന്നീ രാജ്യങ്ങൾ ഹമാസിന് വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ റോൾ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഭരണത്തിലും അധികാരത്തിലുമൊക്കെ ഹമാസിനും കൂടി പങ്ക്, അതായത് ഹമാസിനെ ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഭീകര സംഘടനയെ. ഇതാണ് ഈ ചൈന ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇസ്രയേലിനെതിരെ. പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, PIJ, പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് മൂവ്മെൻറ്റ്. അവിടെ ഇവിടെയൊക്കെ ചെറിയ തോതിലുണ്ട് ഇത്. പലസ്തീൻ പ്രദേശത്ത് അവരുടെ പ്രതികരണം: ഞങ്ങൾ ഇസ്രയേലിനെ അംഗീകരിക്കില്ല, ഞങ്ങളെ ഇറാൻ പിന്തുണയ്ക്കുന്നുണ്ട്. ഇറാൻ പിന്തുണയ്ക്കുന്ന അനേകം സംഘങ്ങളിലൊന്ന്. വെസ്റ്റ് ബാങ്ക്, ഗാസ എന്നിവിടങ്ങളിലൊക്കെ ഇവർക്ക് കുറേ അംഗങ്ങളുണ്ട് ഈ ജിഹാദി സംഘടനയ്ക്ക്. ജെനിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഇവർക്ക്. ഞാൻ ഈ പറഞ്ഞ ഗാസ, വെസ്റ്റ് ബാങ്ക് ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. ഈ ജെനിൻ എന്ന് പറഞ്ഞ സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ. ജെനിനിലാണ് ഇവർക്ക് കൂടുതൽ അംഗസംഖ്യ ഉള്ളതെന്നാണ് പറയുന്നത്. PLO ഇസ്രയേലിനെ അംഗീകരിച്ച നടപടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഇവർ. ബെയ്ജിങ് ഇനി ചൈന എന്താ ചെയ്യേണ്ടതെന്നും കൂടി അവർ പറയുന്നു. ബെയ്ജിങ് അടിയന്തരമായിട്ടൊരു സമിതി ഉണ്ടാക്കി ഇസ്രയേലിനെതിരായ യുദ്ധം ചൈനയുടെ നേതൃത്വത്തിൽ നടത്തണം എന്നാണ് അവരുടെ മോഹം. ഇത് ഇങ്ങനെ ബെയ്ജിങ് പ്രഖ്യാപനം വന്നെങ്കിലും അമേരിക്ക സമ്മതിക്കാതെ പ്രത്യേകിച്ചൊന്നും നടക്കാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിട്ട് കാണുന്നത്. അമേരിക്ക, ഇസ്രയേൽ, ബ്രിട്ടൻ ഈ 3 രാജ്യങ്ങളും ഈ പ്രഖ്യാപനം തള്ളിക്കളയേ ഉള്ളൂ, അംഗീകരിക്കുന്ന പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം കഴിഞ്ഞാൽ ഹമാസിന് പിന്നീട് ഭരണത്തിലോ അധികാരത്തിലോ ഒന്നും റോൾ ഉണ്ടാകാൻ അവർ സമ്മതിക്കില്ല. അതുപോലെ ഭീകരത നടപ്പാക്കി കഴിഞ്ഞൊരു സംഘടനയാണത്. അപ്പോൾ ഹമാസിനെ ഒരു ജനാധിപത്യ ശക്തിയായിട്ട് കൊണ്ടുവരാനാണല്ലോ ഈ ജനാധിപത്യ ശക്തി അല്ലാത്ത ചൈന ശ്രമിക്കുന്നത്. അത് മറ്റുള്ളവർ സമ്മതിച്ചു കൊടുക്കില്ല. ഈ മറ്റേ ഈജിപ്തിൽ അൽ അഹ്റം എന്ന് പറഞ്ഞ പത്രം, അവിടുത്തെ പ്രധാന പത്രം, അതിൻ്റെ മാനേജിങ് എഡിറ്റർ അഷ്റഫ് അബുൽ ഹുൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു കാരണവശാലും നടക്കുന്ന ഒരു പ്രഖ്യാപനമല്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ 3 ദിവസം കൊണ്ട്, ഇപ്പോൾ 21 മുതൽ 21 വരെയാണല്ലോ ഈ 14 സംഘടന ബെയ്ജിങ്ങിൽ പോയത്, 3 ദിവസം കൊണ്ട് തീരുന്ന പരിപാടിയല്ല ഇത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
നേരത്തെ പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റിൽ ചൈനയുടെ അടുത്ത ഇടപെടലാണ് ഈ കാണുന്നത്. ആ സൗദിയും ഇറാനും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയ ശേഷം. ഇനി മാഷിന് എന്താ തോന്നുന്നത്, ഈ ബെയ്ജിങ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞതൊരു ഞങ്ങൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണെന്നൊക്കെ ബെയ്ജിങ് ചൈന തെളിയിക്കാൻ വേണ്ടി നടത്തുന്നതാണോ? ഇത് നടപ്പാവുമോ? അല്ല, യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇത് ചൈനക്കൊരു ഹിഡൻ അജണ്ട അതിനകത്ത് കാണും. ഉണ്ടല്ലോ. ആരെയൊക്കെ ഭീഷണിപ്പെടുത്താനാണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം, ഇത് ഇസ്രായേൽ, ഈ ആലോചിച്ച് നോക്കൂ, ഇസ്രായേലിനെ അംഗീകരിച്ച ചൈനയുടെ ഹിഡൻ അജണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി. എനിക്ക് തോന്നുന്നത്, ഞാൻ ഇത് ചൈനയുടെ കാര്യം ശരിക്കും പല കാരണങ്ങൾ കൊണ്ടും നോക്കുന്നതാണ്. അവർ അമേരിക്കയെ അടിക്കാനുള്ളൊരു വടിയായിട്ട് ഇതെടുക്കുക. തീർച്ചയായിട്ടും. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്കയാണ് നേരത്തെ ഇസ്രായേലിനെ, അവർ ദുർബലരായിരുന്ന കാലത്ത്, ബലാരിഷ്ടത വിട്ടുമാറാത്ത കാലത്ത് 48 മുതൽ ഏതാണ്ട് 10 കൊല്ലക്കാലം അമേരിക്ക ഏകപക്ഷീയമായി ഇസ്രായേലിനെ പിന്തുണച്ചിരുന്നു. അവരുടെ ആദ്യകാലത്ത് അങ്ങനെ പിന്തുണ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അടുത്ത കാലത്ത് അമേരിക്ക പോലും പറയുന്ന തിട്ടൂരങ്ങൾക്ക് ഇസ്രായേൽ വഴങ്ങുന്നില്ല. അമേരിക്കയുടെ പിടിയിൽ നിന്ന് അവർ പോയി. മാത്രമല്ല, അമേരിക്കൻ സമ്പദ്ഘടനയുടെ ഇപ്പോഴത്തെ ഒരു ആന്തരിക ദൗർബല്യം വെച്ച് ഇനിയൊരു യുദ്ധം താങ്ങാൻ അവർക്ക് കെൽപ്പുമില്ല. പുതിയ അവരുടെ പൊളിറ്റിക്കൽ ഡിബേറ്റൊക്കെ കാണിക്കും. ഇപ്പോൾ സാറ് ശ്രദ്ധിക്കാറുണ്ടോയെന്ന് അറിയില്ല, ഈ ഇലക്ഷൻ ഡിബേറ്റ് ഉണ്ടല്ലോ പുതിയ, ആ ഡിബേറ്റിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഉള്ളടക്കം അതാണ്. ഇനി അമേരിക്കൻ പട്ടാളക്കാരെ കുരുതി കൊടുക്കാൻ മാത്രമല്ല, നമുക്ക് ഭൂമിയിൽ എവിടെയും സമാധാനം ഉണ്ടാക്കേണ്ട യാതൊരു ബാധ്യതയില്ല. മാഷ് പറഞ്ഞത് ശരിയാണ്. കാരണം ആ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന 1948 കാലത്ത് ലോകത്തിലെ ഒരു വൻ ശക്തി തന്നെയായിരുന്നു അമേരിക്ക. ഇപ്പോൾ അത് വൻ ശക്തി അല്ല. കാരണം അവരുടെ ട്രഷറി ബോണ്ടുകൾ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ചൈനയും ജപ്പാനുമാണ്. ആ ട്രഷറി ബോണ്ടിൽ നിക്ഷേപം ആ രാജ്യങ്ങൾ 2 പിൻവലിച്ചാൽ തന്നെ അമേരിക്ക വെള്ളത്തിലാവും. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഒരു അജണ്ട ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ അറബ് ലോകം ഇപ്പോൾ പൊതുവേ, ഇപ്പോൾ ഈജിപ്തിൻ്റെ ഒരു വക്താവ് പറഞ്ഞല്ലോ, അപ്പോൾ അഹ്റാം പത്രം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്പോക്സ് പേഴ്സൺ തന്നെയാണ്. അതെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഈജിപ്തും അറബ് രാജ്യങ്ങളും ഈ 2 സംഘടനകളെ, ഹമാസിനെയും ഫത്തയെയും യോജിപ്പിക്കാനായിട്ട് ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. അപ്പോൾ ആ ദൗത്യം ചൈന ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം. രണ്ടാമത്, ഈ ഇസ്രായേലിനെ PLO അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ 48-ൽ അംഗീകരിച്ചത് തെറ്റാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, ആരായിരുന്നു അതിന് അന്ന് ഇസ്രായേലിന് വേണ്ടി അന്ന് പലസ്തീനു വേണ്ടി സംസാരിച്ചത്? ഈ 5 അറബ് രാജ്യങ്ങളല്ലേ? അതെ. ഈജിപ്റ്റ്, ജോർഡാൻ, സിറിയ, ലെബനോൺ, ഒരു രാജ്യം കൂടി അതിൻ്റെ. അപ്പോൾ ഈ രാജ്യങ്ങളാണ് ഈ അധർമ്മം ചെയ്തത്, അക്കാലത്ത് ശരികേട് ചെയ്തത്. ഞാൻ പറയുന്നത്, ഇപ്പോൾ അതിനു മുമ്പുള്ളൊരു കാലത്തേക്ക് പോയാൽ ഏത് ശരി, 12,000 തർക്കം അതാണ്. ഇപ്പോൾ ഈ UN ഫോർമുലയിൽ ജനസംഖ്യാനുപാതികമായ ഭൂമി വീതം വെച്ചില്ല. ഇസ്രായേൽ ജനതയുടെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ഭൂമി അവർക്ക് കൊടുത്തു. അത് ഈ ജോർഡാൻ നദിയുടെ ബോർഡർ വെച്ചപ്പോഴുള്ള പ്രശ്നമാണ്. ഇപ്പം എന്താ സ്ഥിതി? വന്ന് ജോർഡാൻ റിവർ ബോർഡറേ അല്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലം, ഞങ്ങളുടെ ജനതയ്ക്ക് താമസിക്കാൻ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി താമസിപ്പിക്കും. എന്താ കാരണം? പലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു രാഷ്ട്രമല്ല, അതിന് രാഷ്ട്രത്തിൻ്റെ പദവി വാങ്ങിക്കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ചൈന ഇപ്പോൾ ചെയ്യുന്നത്, അറബ് ലോകത്തിൻ്റെ ഒരു മഹാമൗനത്തിൽ ഇപ്പോൾ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം, ഈ ഹമാസ് ഈ ഭീകരപ്രവർത്തനം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ഒരു ശ്രമമാവാം. രണ്ടാമത്തെ ഒരു കാര്യം, ഇനി ലോകത്തിന് മുമ്പിൽ ഒറ്റ ഓപ്ഷനുള്ളൂ. ഇവർ വിചാരിക്കുന്നത് സത്യമാണ് താനും, ഹമാസ് അൽഫത്തഹിനോട് മത്സരിച്ചിട്ടാണ് ഈ നുഴഞ്ഞുകയറ്റവും ഈ ചാവേർ ആക്രമണമൊക്കെ നടത്തിയത്. കാരണം ഈ ഉള്ള പലസ്തീൻ ജനതയുടെ പിന്തുണ കിട്ടാൻ അൽഫത്തഹിന് ഒരു ശാന്തി മന്ത്രവും സമാധാനത്തിൻ്റെ മാർഗവും ജനാധിപത്യ രീതിയുമാണ് ഈ മഹ്മൂദ് അബ്ബാസിൻ്റെ പാർട്ടി അവിടെ സ്വീകരിച്ചത്, കഴിഞ്ഞ കുറേ കാലമായിട്ട് സ്വീകരിച്ചു വരുന്നത്. അവർ ഇസ്രായേലിനോടും സമാധാനപൂർവ്വം വർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മഹ്മൂദ് അബ്ബാസ് എത്രയോ തവണ അത് പറഞ്ഞിട്ടുമുണ്ട്. അവർ സൗഹൃദ സംഭാഷണം, അതുപോലും സാധ്യമല്ലാത്ത വിധത്തിൽ അക്രമവും അശാന്തിയും നിലനിർത്തുക എന്നുള്ള അജണ്ടയാണ് ഹമാസ് അവിടെ സ്വീകരിക്കുന്നത്. അൽഫത്തഹും ഹമാസും തമ്മിലുള്ള മത്സരം അവസാനിപ്പിക്കുക എന്നാണ് ഇപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത്. എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇനി വേറൊരു സംശയം എനിക്ക്, ഈ ഇന്ത്യയും ഇസ്രയേലും വലിയ ചങ്ങാതിമാരാണ്, നല്ല സൗഹൃദമുണ്ട്. അപ്പോൾ ചൈന ഈ പ്രശ്നത്തിൽ ഒരു ഇന്ത്യ വിരുദ്ധ നിലപാടും കൂടിയല്ലേ എടുക്കുന്നത്? ഇസ്രായേലിൻ്റെ പക്ഷത്ത് ഇന്ത്യ നിൽക്കുമ്പോൾ ഫലസ്തീൻ പക്ഷത്താണ് ചൈന പോയി ചേരുന്നത്. അതൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവർക്ക് എല്ലാവർക്കുമാണത്. ഇപ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. അറബ് ലോകത്തിന് ഇറാനും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അത്
എന്താ പറയുക, അതിന് ശരിക്കും വഞ്ചനയാണ്. മുസ്ലിങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് ചൈന. കാരണം ചൈന അവിടെ സിൻജിയാങ് പ്രവിശ്യയിലെ ഉയ്ഗർ മുസ്ലിങ്ങളെ മുഴുവൻ വെട്ടി നിരത്തിയിട്ടാണ് പലസ്തീന് വേണ്ടി വാദിക്കാൻ നടക്കുന്നത്. ചൈനയിലെ മുസ്ലിങ്ങൾ ഇതില് വഞ്ചനയാണ്. മുസ്ലിങ്ങളോട് ആത്മാർത്ഥമായിട്ട്, അത് ആർക്കാണ് ഉണ്ടായത്? ചൈനയിലെ മുസ്ലിങ്ങളോട് ചൈന കാണിച്ച അതിക്രമത്തിന്റെ കണക്കുകളൊക്കെ എല്ലാവരും, ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെ എല്ലാവരും പുറത്തുവിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചൈന ആത്മാർത്ഥമായിട്ട് മുസ്ലിം കൾച്ചറോ മുസ്ലിം മതത്തെയോ വിശ്വാസത്തെയോ, ഒരു വിശ്വാസത്തെയും രക്ഷിക്കുക എന്നുള്ള അവരുടെ അജണ്ട അല്ലല്ലോ. കച്ചവടം അല്ലാത്തൊരു അജണ്ട ഇപ്പോൾ അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു, ഒന്ന്, അറബ് ലോകത്തിന് സാധിക്കാത്തത് ഞങ്ങൾക്ക് സാധിക്കും എന്നൊരു തോന്നൽ എല്ലാ അറബ് ലോകത്തിനും കൊടുക്കുന്നൊരു മെസ്സേജാണ്. രണ്ട്, ഈ ഇസ്രായേലിനോട് ഇന്ത്യ കൂട്ടുകൂടാൻ പോകുമ്പോൾ പ്രത്യക്ഷത്തിലെങ്കിലും ഞങ്ങൾ ഫലസ്തീൻ്റെ കൂടെ നിൽക്കുമെന്നൊരു മെസ്സേജ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തിലെ സാമാന്യം ഭേദപ്പെട്ട ശക്തികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു എനർജിയാണ്. വേറൊന്ന്, ഞങ്ങളുടെ കൂടെ ഇറാനുണ്ട് എന്ന് പറയുമ്പോഴും ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ഒന്നിച്ച് നിൽക്കുന്ന ഒരു പുതിയ കാലാവസ്ഥയിൽ ഒരു യുദ്ധത്തിനൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ വെറുതെ കൊണ്ടുപോയി ആയുധം പാഴാക്കാനൊന്നും ചൈന പോവാത്ത അമ്മാതിരി മണ്ടത്തരം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒറ്റ അജണ്ടയുള്ളൂ. ചൈനക്ക് അവർക്ക് ആവശ്യമുള്ള ഇടങ്ങളിലെ ഒരു രാഷ്ട്രീയ നിലപാട് വെളിപ്പെടുത്താനുള്ള ഒരു അവസരമായി ഈ ഭാഗത്ത് ഇനി അമേരിക്കയൊന്നും അല്ല നേതാവ്, ഞങ്ങളാണെന്ന് വരുത്താൻ. അത് വളരെ കൃത്യമാണ് സാറാ പറഞ്ഞത്. ചരിത്രത്തിൽ ഇന്നോളം ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ചൈന ഫലസ്തീൻ പ്രശ്നത്തിൽ ഒരു വേഷം കെട്ടിയിറങ്ങുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇന്നോളം ഇറങ്ങിയിരുന്നു, ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഫ്രാൻസ് ഇറങ്ങിയിട്ടുണ്ട്. ഈ അറിയാലോ, ഈ ഓസ്ലോ കരാർ എന്നൊക്കെ പറയുന്നത് എല്ലാ രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ UK ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ചൈന ഇറങ്ങുന്നത്. അത് ഒരു പ്രദേശത്തിൻ്റെ അധിപതിയായി സ്വയം ഡിക്ലെയർ ചെയ്യാനുള്ളൊരു വേഷം കെട്ടും ഒരു ശ്രമമാണ്. ആ അരങ്ങേറ്റത്തെ ഒറ്റ കാര്യമേ നമുക്കിതിൽ പറയാനുള്ളൂ. അത് ഫലസ്തീനികളോടായാലും ഇന്ത്യക്കാരോടായാലും നമുക്ക് ഈ സൂചന വെച്ച്, ഈ വാർത്ത നൽകുന്ന സൂചന ഒന്നാണ്, മക്കളെ, ചൈനയെ സൂക്ഷിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.